എന്താണ് വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം? ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകർക്കും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ടിവിക്ക് അതിന്റെ പ്രത്യയശാസ്ത്രത്തെ സെന്റർ ലെഫ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും നടുക്കായി നിലയുറപ്പിച്ച് ഒരൽപ്പം ഇടത്തോട്ട് ചായ്വ് കാണിക്കുന്ന പ്രസ്ഥാനം. സോഷ്യലിസം, മതേതരത്വം, സാമൂഹിക നീതി എന്നിവയിൽ വേരൂന്നിയതാണ് തങ്ങളുടെ ആശയഗതി എന്നാണ് ടിവിക്കയുടെ വാദം. ഒപ്പം അംബേദ്കർ, പെരിയാർ, കാമരാജ് എന്നിവരെ ടിവിക്ക് വഴികാട്ടികളായി കാണുന്നു. എന്നാൽ ടിവിക്ക് ഒരു ദ്രവീഡിയൻ പാർട്ടിയാണോ? ഈ ചോദ്യം വരുമ്പോഴാണ് ആശയക്കുഴപ്പം. ദ്രവീഡിയൻ രാഷ്ട്രീയം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. അത്രത്തോളം ആഴമുള്ള ഒരു വിഷയവുമാണ്. എന്നാൽ വിജയുടെ പാർട്ടി അത്തരം വലിയ രാഷ്ട്രീയ ആലോചനകൾക്ക് ഇതുവരെ സജ്ജമായിട്ടില്ല. വിജയ് എന്ന നടൻ തനിക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന ആകർഷണ വലയമാണ് അതിന്റെ നിലവിലെ പ്രധാന പ്രത്യയശാസ്ത്രം. കുറച്ചു നാളുകൾക്ക് മുമ്പ് വിജയ് LTT നേതാവായിരുന്ന പ്രഭാകരന് ആദരവ് അർപ്പിച്ച് രംഗത്തെത്തുകയുണ്ടായി. മുല്ലിവൈക്കൽ ഓർമ്മ ദിനത്തിലായിരുന്നു ഇത്. തമിഴ് ജനതയുടെ വൈകാരികമായ ഒരു ഓർമ്മയാണ് മുല്ലിവൈക്കൽ സംഭവം. ശ്രീലങ്കയിൽ തമിഴരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ഈ സംഭവത്തെ ഓർമ്മിക്കുന്നതിലൂടെ വിജയ് ചെയ്തിരിക്കുന്നത് തമിഴ് ദേശീയവാദ രാഷ്ട്രീയത്തെ താനുമേൽക്കുന്നു എന്നാണ്. ഇതിനെല്ലാം പുറമെ വിജയ് പെരിയാറിനെയും CN അണ്ണാദുരയെയും MGRനെയും കുറിച്ച് ഇടയ്ക്കിടെ പരാമർശിക്കാറുണ്ട്. പെരിയാറിനെ ടിവിക്കയുടെ പ്രധാന പ്രത്യയശാസ്ത്ര വഴികാട്ടികളിൽ ഒരാളായും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. താൻ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയില്ല എന്ന് വിജയ് നിലപാടെടുക്കുന്നതിന്റെ കൃത്യമായ സൂചനയായി ഇതിനെയെല്ലാം വായിക്കുന്നവരുമുണ്ട്. സാമൂഹിക നീതി, മതേതരത്വം, സംസ്ഥാന സ്വയംഭരണം, ദ്വിഭാഷാ നയം തുടങ്ങിയ വിഷയങ്ങൾ തമിഴകത്ത് വളരെ പ്രാധാന്യമുള്ളവയാണ്. ഈ പ്രശ്നങ്ങളിൽ ടിവിക്കയുടെ നിലപാടുകൾ നിലവിലെ പ്രധാന ദ്രവിഡ പാർട്ടികളോടുള്ളതിന് സമാനമുള്ളതാണ്. ടിവിക്ക് നിലവിലെ പ്രധാന ദ്രാവിഡ പാർട്ടികളായ AIADMK, DMK എന്നിവയുടേതിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റത്തിനും തയ്യാറല്ലെന്ന സൂചന നൽകുന്നുണ്ട് ഈ നിലപാടുകൾ. താൻ കൂടുതൽ ദ്രവീഡിയൻ നിലപാടുള്ള ആളാണെന്ന് വിജയ്ക്ക് പ്രവൃത്തികളിലൂടെ പ്രഖ്യാപിക്കാനും കഴിയുന്നുണ്ട്. മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് വിജയുടെ ആദ്യ മന്ത്രിസഭയിൽ താരതമ്യേന ഉയർന്ന തോതിൽ പട്ടികജാതിക്കാരായ മന്ത്രിമാരുണ്ട്. DMKയുമായി സഖ്യത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ VCK, IUML തുടങ്ങിയ പ്രധാന മതേതര ശക്തികൾ നിലവിൽ ടിവിക്ക് സഖ്യത്തിലുണ്ട്. ഇവരിൽ ഇടതുപക്ഷ പാർട്ടികളും VCKയും പുറത്തുനിന്ന് പിന്തുണ നൽകുന്നവരാണ്. അഥവാ ഇവരൊരു പ്രധാന സമ്മർദ്ദ ശക്തിയാണ്. സർക്കാരിന്റെ നയങ്ങളെ ഈ പാർട്ടിക്ക് വളരെയേറെ സ്വാധീനിക്കാനും കഴിയും. വിജയുടെ ബാല്യദശയിലുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം രൂപീകരിക്കാൻ ഇടതു പാർട്ടികളുടെയും VCKയുടെയും സമ്മർദ്ദത്തിന് സാധിക്കുമെന്നാണ് കരുതേണ്ടത്. ദ്രാവിഡ എന്ന വാക്ക് ഇല്ലാതെയാണ് വിജയ് തന്റെ പാർട്ടിക്ക് പേര് നൽകിയത്. തമിഴക വെട്രി കഴകം എന്ന് പേരിടുമ്പോൾ വിജയ് കരുതിയത് നിലവിലെ ദ്രവീഡിയൻ പാർട്ടികളുടെ അഴിമതികളിൽ നിന്ന് മാറി നിൽക്കുന്ന പാർട്ടി എന്ന് പേരിൽ തന്നെ തെളിയണം എന്നതായിരുന്നു. അത് ദ്രാവിഡ വാദത്തോടുള്ള എതിർപ്പായിരുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ടിവിക്ക് നേതാക്കൾ പഴയ രീതിയിലുള്ള ബ്രാഹ്മണ വിരുദ്ധതയെ കാലഹരണപ്പെട്ടത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പുതിയ ചില ട്രെൻഡുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല.